ആ ലെഫ്റ്റ് അല്ല ഫുൾ റൈറ്റ് ഐ മീൻ അത് നമ്മളിവിടെ എത്തിയേ വണ്ടി നിർത്തിയതാണ്. 113 നേരത്തെ പറയല്ലേ ഇത്. നമ്മളവിടെ ഉണ്ട് ഒരു കൺസേവിന്റെ വണ്ടി ട്രക്ക് ഇവിടെ കിടപ്പുണ്ട്. നമ്മളെത്തിയ ആരാണ് എടുക്കണേ ട്രക്ക്? ഹലോ ഹലോ ട്രക്ക് ഒരു ഓടിക്കാൻ സെറ്റ് ആയിട്ടുള്ള ഒരാൾ എടുക്കൂ. പെട്രോൾ ഞാൻ മേടിച്ച് ഒരെണ്ണം മേടിച്ച്. ജോയിന്റ് എടുത്ത് ബുള്ളറ്റ് എടുത്ത് ഗണ്ണെടുത്ത് മെത്ത് എടുത്തില്ല. മെത്ത് മാത്രം എടുത്തില്ല. എന്റെ 20 ഉണ്ടെന്നാ 10 പിടിച്ചോ. നിനക്ക് മറ്റേ സാധാ മെത്ത് അതടിക്കാൻ പാടില്ലല്ലോ. ഒരു പ്രശ്നമില്ല. അയ്യോ അണ്ണന് 10 ആവുമ്പോ എനിക്ക് ടെൻഷൻ. അയ്യോ എന്തെങ്കിലും സൗണ്ട് ബ്രേക്കിംഗ് ഇടയ്ക്ക് വരുവാടാ കൺഫേം ആയിട്ട്. അന്നേരം പെട്ടെന്ന് തന്നെ വീശിലെന്നോണേ കേട്ടാ. എക്സ്ട്രാ മെത്ത് വല്ലതും ഉണ്ടോടാ? എനിക്ക് വേണ്ട ഞാൻ തരാം 5 എണ്ണം. വെയിറ്റ് എന്റെ 20 എണ്ണം ഉണ്ട്. 10 കുഴപ്പമില്ല. അത് വലിയൊരു ഹെൽത്ത് അങ്ങനെ അധികം യൂസ് ചെയ്യത്തില്ല. നമ്മള് മറ്റേ അടിക്കൂ. ആമോ വേണോ? വേണ്ടേ? അപ്പം വേണമെങ്കിൽ എന്റെ 1300 ട്രക്ക് മഞ്ഞു പോയി. ഒരു 100 എണ്ണം തരുമോ സർക്കണ്ണ? എന്റെ ആകെ നിനക്ക് ഞാൻ 800 അതില് 50 ആരും വണ്ടി അപ്പല്ല മാൻ. അതിന്റെ ഇതാ മാത്രം പോരാ കേട്ടോ. വണ്ടിയൊക്കെ അപ്പാണ്. എടാ മറ്റേ ഇത് നീ ഡ്രോപ്പ് ചെയ്താ ബ്രോ? മെത്ത് ഡ്രോപ്പ് ചെയ്താ? ഇവിടെ കിടപ്പുണ്ടായിരുന്നു. ട്രക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു നമ്മള് അപ്പത്തേക്കും. ഇല്ലല്ല 15 അല്ലേ നമ്മളിവിടെ എപ്പോണ്ടല്ലേ. അതോ ട്രക്ക് എടുക്കണോന്നാണോ? രാത്തോട്ട് നോക്കിരായിരുന്നു. എനിക്ക് കണ്ടൂടെ എന്റെ അകത്ത്. ഇവിടെ കിടക്കരുത് പോയി. അല്ല രണ്ണ ട്രക്ക് ഇവിടെ എത്തണം എന്നാണോ അതോ ട്രക്ക് എടുക്കണം എന്നാണോ? എടാ 11:05 എടുക്കാനാണ് പറഞ്ഞവര്. ബാക്കിയുള്ളവരൊക്കെ എവിടെയാണ്? ഹലോ ട്രക്ക് ഇവിടെ ഇട്ടിരുന്നത് മാഞ്ഞു പോയി. നമ്മള് വന്ന് ട്രക്കിന്റെ അടുത്ത് എത്തിയതും ട്രക്കിന്റെ അവിടെ ട്രക്ക് മാഞ്ഞു പോയി. ബാക്കി കിടക്കുന്നു കേക്ക് കിടക്കുന്നു. ഇവിടെ ഉണ്ട്. അവിടെ എന്തോ ഡ്രോപ്പ് ചെയ്തിട്ട് അയ്യേ രണ്ട് പോലീസ് ഇവിടെ ഉണ്ടോ? ബാക്കി കിടക്കുന്നു. ആ ബാക്കിൽ പിങ്ങില് നോക്കണ്ട. അതെങ്ങനെ അവിടെ പോയത്? അവരെ എനിക്ക് അറിയത്തില്ല. അവിടെ കൊണ്ടിട്ട് എങ്ങനെ ഇരിക്കുന്നു എനിക്കറിയില്ല. എടാ ഞാനൊരു കാര്യം വെയിറ്റ്. സുനി ട്രക്ക് എടുത്തിട്ടുണ്ട്. എടാ വണ്ടി എവിടെ? നമ്മളെ വണ്ടികൾ എവിടെ? 4 വണ്ടി 5 വണ്ടി ഉണ്ട്. ബാക്കി ഒരു വണ്ടി ഇവിടെ ഇറ്റാച്ചി എന്റെ ഇവിടെ ഉണ്ട്. എടാ ഒരു വണ്ടി എവിടെ? 5 വണ്ടി ഉള്ള 5 വണ്ടി ഉള്ളടാ. ഒന്ന് റിപ്ലൈ ചെയ്യടാ. ഒന്ന് എന്റെ ഒരു വണ്ടി ഉണ്ട്. നീ എവിടെയാണ്? ഇവിടെ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എയർപോർട്ട് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? നമ്മള് 13 പേരുള്ള ബുള്ളറ്റ് എന്താ ഇറങ്ങി. പിന്നെ ആരാ ബുള്ളറ്റ് ഇറങ്ങി? അപ്പൊ സ്റ്റീവിനെ കയറാൻ പറ. സ്റ്റീവ് ഉണ്ടെന്ന് പറഞ്ഞു. അല്ലെ കത്തിയെ കയറാന്ന് പറഞ്ഞല്ലേ? എടാ അവൻ അവിടെ ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ. ഇറങ്ങിയാറാൻ പോയി കാണിച്ചവിടെ. അവിടെ നമ്മുടെ വണ്ടി ഉണ്ടാവില്ല. എടാ ഒരു വണ്ടി വേണമെങ്കിൽ അറ്റാച്ച് നീ എടുത്തോ. വേറെ അമാരെ മേടിച്ചു ഓടിച്ചിട്ടില്ലേ? ഒരു വണ്ടി നീ മേടിച്ചു ഓടിക്കാം ആരെന്നേലും. വണ്ടി മൂവിംഗിലായിരിക്കണം ഫൈറ്റ് എടുക്കുമ്പോ. വേറെ എന്താ എടാ ഒരു വണ്ടി ഇറ്റാച്ചിക്ക് വിട്ടറാ.
ഇപ്പൊ ഇങ്ങല്ലേ അഡ്വാൻറ്റേജ് അല്ലേ? പറ്റില്ലല്ലോ മണ്ട ടെലിപ്പോർട്ടായാലും പീടി വരുമ്പോ ഒരു കത്തി പോയായിരുന്നാടാ. കൊള്ളാലോടിയിട്ട് മോളെ. ഈ ട്രക്കിന് ഫ്യൂല് തീരുവോ? ഡൗട്ട് നമ്പർ 1. ഡൗട്ട് നമ്പർ 2 വണ്ടി ബുള്ളറ്റ് പ്രൂഫ് ആണ്. ബുള്ളറ്റ് പ്രൂഫ് ഒന്നുമല്ല, നിനക്ക് അടി ഇരുന്ന് മരിക്കും. ബുള്ളറ്റ് പ്രൂഫ് ആണെന്നൊന്നും പറഞ്ഞിട്ട് തരൂല. ബുള്ളറ്റ് പ്രൂഫ് ഒന്നും അല്ല, ചത്ത് കഴിഞ്ഞാ അടുത്ത ആളെ എടുത്തോണോ അത് വണ്ടി. ഇതിനകത്ത് ആരുണ്ട്? എന്റെ വണ്ടി ആരുണ്ട്? ഞാൻ. നീ മാത്രമുള്ള? എടാ എന്റെ വണ്ടിയിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, വേറെ വണ്ടി വണ്ടി എടുക്കുന്നുള്ളേ. ഏത് റോട്ടിലാണ് ഈ റോട്ടിൽ കൂടെ പോയാൽ മതി. ഞാൻ യുവർ വെഹിക്കിൾ ഇസ് ഇൻ മാർക്കറ്റ് ബിക്കോസ് ഇറ്റ് ഇസ് ഇൻ ദ ഗരാജ്. ഒന്നുകൂടെ പോയാൽ നേരെ ഇവിടെ സ്മോൺ ആവത്തി ഫ്രണ്ടിലത്തെ ആ റോട്ടിലേക്ക് ഇറക്കിക്കോ, എന്നാലേ അത് വരുത്തുള്ളൂ. എന്തൊരു മാർക്കർ ഇത്? സൈസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. അതെവിടെ അണ്ണാ? എവിടെയും വരുന്നില്ല. കുഴപ്പമില്ല, 5 എണ്ണം വെച്ച് അടിക്കാം. അവന്മാര് പിന്നെ വണ്ടി കൂടുതലാണെങ്കിൽ വണ്ടി അടിക്കും, അതേ ഉള്ളൂ. അത് കുഴപ്പമില്ല, അതായാലും മതി. ഏതായാലും വണ്ടി എവിടെ? കാത്താ അപ്പായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് സരക്കണ്ണം കൊണ്ടുപോയി. സരക്കണ്ണം എന്റെ നടത്തിക്കൊണ്ടുപോയി ആ വണ്ടി. ഇവിടെ വണ്ടി മൂവ് ആവണേ. 11:05 മൂവിങ്. ഇവിടെ എല്ലാ വണ്ടി എത്തിയല്ലോ. ബ്രേക്ക് ആവുന്നുണ്ട് വോയിസ്. എല്ലാരും വീസി പറഞ്ഞേ. ഹലോ എടാ ആരാ ഇപ്പൊ നമ്മള് 4 4 5 6 7 8 9 10 14 പേര് ബുള്ളറ്റ് കേറോ? ഈ വണ്ടി റിപ്പയർ ചെയ്യണ 70% ബോഡി ഹെൽത്ത് തുടങ്ങി. വണ്ടി റിപ്പയർ ചെയ്യണേ. വണ്ടി റേസിൽ പോണോ? ഒന്നും പറഞ്ഞില്ല അല്ലേ? നമ്മളെ പിയോ ഒന്ന് ഹെൽപ്പ് ഇട്ടിട്ട് ഒന്ന് ട്രാക്ക് ചെയ്യാൻ പറയൂ എന്നെ. ഞാൻ ഹെൽപ്പ് ഇട്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഇവിടെ തന്നെ വന്നാ പോരെ. ഒരു കാര്യം അവിടെ വണ്ടി എടുത്ത് വേറെ വണ്ടി എടുത്ത് ഒരു വേല ഗ്യാങ് കൊണ്ട് വേല വിടും, എന്നിട്ട് അതോട് തിങ്ങുവാ മുതുക്കുന്ന ഇതെടുത്തിട്ട് സമയം കൊണ്ട് നമ്മള് മൂവ് ചെയ്യാം. ബുള്ളറ്റ് കേറ്, ബുള്ളറ്റേ കേറാ. എന്തെങ്കിലും എടുത്തോ. വണ്ടി ഓടിച്ചാൽ ഞാൻ ഒന്ന് മുള്ള കെട്ടി വരാം. തുടങ്ങി. തൂറലും മൂത്രമൊക്കെ തുടങ്ങി. എന്തോ പറ്റി? മൂത്രമൊഴിപ്പായോ? സാധാരണ ഒരു വണ്ടി എടു, സുനി വണ്ടി എടു. എല്ലാം ലൈക്ക് അടിക്ക്. എനിക്കൊരു ഫ്യൂൽ ക്യാൻ തരുമോ? അത്രേ ഉള്ളു. ലൈക്ക് അടിക്കുക. ലൂണ വിളിക്കുന്നു. ഒരു മിനിറ്റല്ലേ. ഹലോ, ആ പറഞ്ഞോ. ആ ഓക്കെ. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ പോരെ? ഇവിടെ നിന്ന് എടുക്കുകയാണ് നമ്മള്. ഇപ്പൊ അതിന് 11:05 അല്ലേ? ഓക്കെ. സുനി 11:05 ആകുമ്പോഴേ അവിടെ നിന്ന് മൂവ് ചെയ്യണം. അതോ അവിടെ നിന്ന് 15 വീഡിയോ ഉണ്ട് കേട്ടോ. ഗേറ്റിന്റെ അവിടെ നിന്ന് മൂവ് ചെയ്യണം, മനസ്സിലായോ? വേറെ ഇവനൊരാള് ഒരു വണ്ടി കയറ്റി. ഇവന് മണവാളിന് എടാ നമ്മളെ വണ്ടി കയറ്റണം. നമ്മളെ വണ്ടി കയറ്റണം. ഏതാണ് നിങ്ങൾ? ഏതാണ് വണ്ടി എന്ന് പറ. ഇതാണ് മണവാളുള്ളത്. മണവാളുള്ള ഈ വണ്ടിയിലാണ്. ഇതില് കയറി. നിക്ക് എവിടെ? നമ്മളെ നിക്ക് ഡ്രൈവറിന് വെപ്പൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടാ. അങ്ങനെ പറഞ്ഞായിരുന്നു. വെടിവെക്കല് നിനക്ക് വെടി വെച്ചൂടാ.
ചാടി കയറിയതാ. ഏയ് അപ്പാവാത്ത വണ്ടി ആകെ 250 മുക്കിത്തൂറ് കേറണത്, മറ്റേത് 400 കേറും. എടാ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എടാ, അവന്റെ അടുത്ത് കൊണ്ട് നിർത്തിയാണ്ടാ. എടാ അവന്റെ അടുത്ത് കൊണ്ട് അല്ല സ്പീഡിൽ പോകത്തില്ലല്ലോ, അപ്പൊ എന്തായാലും ഫൈറ്റ് എടുക്കാം. എടാ ഒന്നുകൂടി പറയാണ്, വണ്ടി 2 മിനിറ്റ് കൂടുതൽ നിർത്താൻ പാടില്ല. കേക്കണേ, വണ്ടി ഓട്ടിക്കണവേ. അതായത് ട്രക്ക് 2 മിനിറ്റിനകത്ത് ഒരു സ്ഥലത്ത് നിർത്തിക്കൂടാ. ഓഫ് റോഡ് കയറ്റിക്കൂടാ. ട്രക്ക് ഓഫ് റോഡ് ട്രക്ക് കയറ്റിക്കൂടാ. രണ്ടാമത് നമ്മൾ ഫിനിഷ് ചെയ്തിട്ട് നമ്മളെ എത്തിക്കേണ്ട പോയിന്റിൽ കൊടുക്കുക. ഇത് എവിടെ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻഡി എയർഫീൽഡിന്റെ അവിടെ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ ബോട്ടിനൊക്കെ അടിക്കൂലേ, അന്ന് കൊടുത്ത ഏരിയ അവിടെയാണ് കൊടുക്കേണ്ടത്. ബട്ട് അത് കൊടുക്കുന്നതിന് മുമ്പേ അവിടെ ക്ലിയർ ചെയ്തിട്ട് വേണം. പീടി അങ്ങോട്ട് വരരുത്, കാരണം അവിടെ ഒരു ഏജന്റ് ഉണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന റൂട്ട് ഓഫ് റോഡ് റൂട്ട്. ഞാൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണ ഈ മാപ്പ് എടുത്തിട്ടണ്ണ തിരക്കണ E1 ഉണ്ടാ, E1 ഉണ്ടാ. ഇവിടെ നിന്ന് E1 വരെ നമ്മൾ പോവാം. അവിടെ നിന്ന് നേരെ പോയിട്ട് മറ്റേ ജയില് വഴി കേറി നമുക്ക് നേരെ പോവാം. അണ്ണ നോക്കിയാണ് മാപ്പ് നോക്കിയാണ്. ഈ E1 എന്ന് പറഞ്ഞ മാപ്പിൽ എഴുതിക്കണ E1 കണ്ട കണ്ട ആ റോഡിൽ കൂടിയാണ് പോകേണ്ടത് നമ്മള്. അങ്ങനെയല്ല നീ എന്തിനാ പേടിക്കണ? നീ ഇറങ്ങല്ലേ വണ്ടി സുനി. പീടി ഫ്രണ്ട് ഉണ്ട്. അതെ, പീടിയിൽ ഇപ്പഴേ അടിച്ചു തുടങ്ങാൻ പറ്റുമോ? എനിക്ക് ഹെൽത്ത് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയണ 2 മിനിറ്റ് ഉണ്ടല്ലോ ട്രക്ക് നിർത്താൻ, ആ ടൈമിൽ ഞാൻ ഇറങ്ങി ഈലൊക്കെ അടിക്കുവേ. അവനെ കൊന്നു ഞാൻ അടുത്ത കയറി എടുക്കാം. അലക്കല്ലേ ഇതല്ലേ റൂട്ട്? ഇതാണ് റൂട്ട്. ട്രക്ക് ആദ്യം പോട്ട്, ട്രക്ക് പോട്ട്. ഏതൊരു വണ്ടി ആദ്യമേ പറന്നു പോയല്ലോ. ആദ്യം ഒരു വണ്ടി പോടാ, എന്നിട്ട് ട്രക്കിനെ വിടറാ. ആദ്യം വണ്ടി പോയി. സ്നൈപ്പ് പോയിട്ടുണ്ട്. എടാ സുനി, മാപ്പിൽ E1 മാർക്ക് ചെയ്യാം, അപ്പൊ നിനക്ക് വഴി കറക്റ്റ് കാണും. മാപ്പിൽ E1 മാർക്ക് ചെയ്ത് വിട്. E1 മാർക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി സ്റ്റോപ്പ് ആക്കി ഇടുക. E1 മാർക്ക് ചെയ്തിട്ട് നേരെ പോയാൽ മതി. E1 അതായത് എടാ DC മല. ഇതൊക്കെ നമ്മൾ ഇവിടെ ഒന്നും പോലീസ് ഇല്ല. ഈ വന്ന വഴിയിലൊന്നും പോലീസ് ഇല്ല. ചിരിക്കലട്ടോ ചന്ദ്ര. ചന്ദ്രന് ചിരി, സന്തോഷത്തിന്റെ ചിരിയാണ്. ചന്ദ്ര ഇതായ സമയമാണത്. ചന്ദ്രന്റെ പ്രൈം ആയിരുന്നത്. പഠിച്ചതാ. ഓ ചാട്ടം. ഞാനും ഇറങ്ങിപ്പോയി. ഞാനും ട്രക്കി ഇറങ്ങിപ്പോയി. അവര് നമ്മുടെ വണ്ടിക്ക് മൈലേജ് കുറവാണ് കേട്ടോ. അത് കഴിഞ്ഞ അത് റപ്പിയാത്തോണ്ട് മൈലേജ് ഒരു 10% ഫ്യൂൽ കുറഞ്ഞു കേട്ടോ പുള്ളിന്ന്. നിനക്ക് ട്രക്കിനുള്ള ഇത് ഞാൻ തരാം. എന്റെ ഫ്യൂൽ ഉണ്ട്. ട്രക്കൊക്കെ ഓൺ ദ വേ. മറ്റേ അന്ന് മലയില്ലേ DC-നെ സ്നൈപ്പിനാണോ അടിച്ചു വന്നത്? ആ സ്നൈപ്പിനെ നീ കോടിഞ്ഞ് എന്നിട്ട് പറയല്ലേ ബഗ്ഗാണെന്ന്. സ്നൈപ്പ് പറയാം, സ്ക്രീനിൽ പോയത്. ഞാൻ വണ്ടിന്ന് ഇറങ്ങിയിട്ടില്ല. ബാലോട് ചോദിച്ചപ്പോ എല്ലാം കഴിഞ്ഞിട്ട് പറയാടാ ഇറ്റാച്ചി അത് പ്രശ്നമാണ്, നടക്കൂല. ലീസൺ സ്കോറിന്റെ അടുത്താണത്. ഇവ എന്നെ വീഡിയോ ചെയ്താ ഇറ്റാച്ചി, ഓർമ്മയില്ലേ? നിങ്ങൾ ചെയ്യിപ്പിച്ചത്. നിങ്ങൾ എന്നെ പഠിച്ചിട്ട് ടയർ മേടിച്ചിട്ട് നിങ്ങൾ ചെയ്യിപ്പിച്ചതാണത്. ടീം ഫയർ ആവണത്. ഇതിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. പോലീസിനെ കൊല്ലാതെ പോകാൻ പറ്റില്ല കേട്ടോ, അടിച്ചു പത്ത് പോണത്. ഇവിടെ പോലീസ് ഉണ്ട്. എനിക്ക് ഫിനിഷ് ചെയ്യണം.
അവിടെ എത്തുമ്പോ അവന്മാര് കാണില്ലെന്നുള്ളൂ. ഇപ്പൊ അവര് വന്നില്ലേ നമ്മുടെ കുഴപ്പമില്ലല്ലോ. അല്ല ഫ്രണ്ടിൽ കുറച്ച് അഡ്വാൻസ് നിൽപ്പുണ്ടായിരിക്കണം. അതേ സൗണ്ട് കേൾക്കണേ. മനസ്സിലാടാ. പക്ഷെ ഇപ്പൊ അവരെ കണ്ടില്ലേ നമ്മളെന്തിനും പീഡിപ്പ് അടിക്കണോ? അല്ല അവര് അവരെന്തായാലും വരും. അവരെന്തായാലും ഏതൊരു പോയിന്റ് അവരെ ക്ലിയർ ചെയ്യണം. അവരെ ക്ലിയർ ചെയ്യാതെ നമുക്ക് അവിടെ കൊണ്ട് കൊടുക്കാനും പറ്റത്തില്ല. അതല്ലേ അവര് ഗാർഡ് ചെയ്യും. നമ്മൾ ആളവിടെ വിളിച്ചിരിക്കുകയാണ്. എനിക്കൊണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ മലയുണ്ടാവും. ഞാൻ അല്ല നമ്മള് വന്ന സ്ഥലം വഴിക്ക് അറിയോ? നമ്മള് വന്ന വഴി അതെ എന്റെ ട്രക്കിന്റെ ഫ്രണ്ട് ഒന്നും ഒരു വണ്ടി കാണാല്ലോ. 1000 ടോളി കൊടുക്കേ. ഓ കുനിഞ്ഞില്ല അവിടെ. ട്രോളിന്റെ അവിടെ നിന്ന് ഇറങ്ങി കുനിഞ്ഞില്ല. ഞാൻ ഒന്ന് തരാം. അതിന്റെ മണ്ടയില് വണ്ടിയാണ്. ചുമ്മാ മറ്റേ കുഞ്ഞല്ലേ എന്താ എല്ലാം കൂടെ അവസാനം അടിച്ചു ട്രക്കിനെ കാണില്ല കേട്ടോ നമ്മളെ ട്രക്കിനെ. ഞാൻ റോഡ് നേരെ വരുന്നു. പോലീസുകാരന്മാരൊക്കെ എവിടെയാടേ? ഈ പീഡിനെ ക്ലിയർ ആക്കണമെന്ന് ഉറപ്പാണ്. പറഞ്ഞടാ ക്ലിയർ ആക്കാനേ മറ്റേ ഇതില്ലേ സിറ്റിസൺ വണ്ടി. ചന്ദ്ര ക്ലിയർ ചെയ്യാനല്ലേ പറഞ്ഞ? നീ ഉണ്ടായിരുന്നില്ല. അല്ലടാ പീഡി അവിടെ എത്തുമ്പോഴത്തേക്ക് പീഡി കാണരുത്. മനസ്സിലായി? അതാണ് അതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? ക്ലിയർ ചെയ്യാനുള്ള വിഷയതാണ്. ഇപ്പൊ പീഡി വന്നില്ലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ പീഡി കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, ഞാൻ വിളിച്ച് ചോദിക്കട്ടെ. വെയിറ്റ്. പീഡിനെ കണ്ടില്ലെങ്കിൽ സാധനം നമ്മൾ കടത്തുന്നുണ്ട്, നിന്നെ കൊന്നിട്ടാ പോടാന്ന് പറഞ്ഞാൽ അവരെ പീഡി ചെല്ലാൻ പറ്റൂലല്ലേ? അതെന്ത് ലോജിക്ക്? ഇതിപ്പോ നമ്മളിങ്ങി എത്തിയല്ലേ? അതാ പറഞ്ഞ ഞാൻ ഒരു കാര്യം പറയാം. അവന്മാരതാ അവിടെ നിപ്പുണ്ടാവും. കേരളത്തെ വളവിലാണ് ഏതോ മരത്തിന് ഇതുവരെ കണ്ടിട്ടില്ല. പീഡിനെ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? സൗണ്ട് ഉണ്ട്. അതെ പീഡിയുടെ കണ്ണേതാ? കാർബിൻ തന്നെയാണോ? ആ ഇവിടുന്ന് മൂവ് ചെയ്ത് പീഡി ഇതുവരെ കണ്ടിട്ടില്ല നമ്മള്. മിണ്ടായി. ഹലോ സാർ പീഡിയല്ലേ? കൺസൈൻമെന്റ് കൂടി. എടാ നിങ്ങള് കൊടുക്കല്ലടാ. അങ്ങോട്ട് കൊണ്ടുപോവല്ലേ? ആ സ്ഥലത്ത് കൊണ്ടുപോവല്ലേ? ട്രക്ക് തിരിച്ചു രണ്ടു വണ്ടിയുള്ളൂ. ഇവനെടുക്കാം. ചന്ദ്ര നീ ഫ്രണ്ടിലോട്ടോ ഒറ്റയ്ക്ക് ഒരു പീഡിയ ഉണ്ട്. അവനെ പിടി റൈറ്റ് ഡിഷിന്റെ അവിടെ. അവനെ ഇറങ്ങി നമ്മളടിക്കുവാണേ. ഇറങ്ങി അടിക്കും. എവിടെ ടയർ ഓട്ടിക്കട്ടാ. നിങ്ങൾ എവിടെ ഒട്ടിച്ചാടാ, ടയർ ഒട്ടിച്ചാടാ. ഞാൻ ഇറങ്ങി അടിക്കാം. നമുക്കിറങ്ങാം. സുനിക്കിറങ്ങിക്കൂടാ. ട്രക്ക് സേഫ് ആക്കടാ. ട്രക്ക് നോക്ക്. ട്രക്ക് എവിടാന്ന് അറിയത്തില്ല. ചന്ദ്ര ഇറങ്ങി ഫൈറ്റ് എടുക്കാം. നമുക്കിട്ട് അടിക്കാലടാ. ഞാൻ പറഞ്ഞോടാ ഹൈവേ ഈ റൂട്ടിലെ വണ്ടി ഇറക്കണം. അങ്ങോട്ട് പോകാൻ പോണ്ടെന്നല്ലേ പറഞ്ഞേ. നോക്കിക്ക് അടിക്കുക. നമ്മുടെ ഈ പോലീസ് വണ്ടി മാർക്ക് ചെയ്തു. നമുക്ക് ട്രക്കിന്റെ നമ്മളുണ്ട് ട്രക്കിന്റെ കൂടെ നമ്മളുണ്ട്. വൺ ഡൗൺ. ഷോപ്പിന്റെ ബാക്കിൽ പീഡിയ. എല്ലാരും കുറച്ച് മൂവ് ചെയ്ത് കളയാ. ട്രക്ക് യു ടൂൾസിന്റെ അങ്ങോട്ട് വരുന്നേ. ഇപ്പുറത്തെ ഷോപ്പിന്റെ ബാക്കിൽ ഒരു ടയർ ഇല്ലാത്ത വണ്ടി പോണേ. ഇവിടെ യൂട്യൂബ്സിന്റെ ഫ്രണ്ട് എല്ലാരും ഈ ടയറില്ലാത്ത വണ്ടി ഈ മാർക്ക് വണ്ടി എന്റെ മാർക്ക് ഇത് എത്ര വീട് വെക്കണം? വണ്ടി ഇറങ്ങി പറ. അയ്യോ ഇതാരാണ്
എടാ ഇവിടെ രണ്ട് വീട് വണ്ടിയാ ട്രക്കിന്റെ കൂടെ ട്രക്കിന്റെ പൊസിഷൻ പറ ട്രക്കിന്റെ പൊസിഷൻ ഞാൻ കണ്ടുവരുന്നു യൂട്യൂബ്സിന്റെ ഫ്രണ്ട് തന്നെ പാലത്തിനടിയില് പാലത്തിനടിയില് എടാ എന്റെ ടയർ കിട്ടി ഒന്ന് റിപ്പയർ ഷോപ്പിലോട്ട് പോകാൻ പറ്റുമോ നമുക്ക് എടാ ഒന്ന് റിപ്പയർ വരാൻ പറ്റുമോ എടാ രായ നിങ്ങൾ ഇതാടാ ഒന്ന് ചില്ലോ എടാ പറഞ്ഞു എടാ ഈ വണ്ടീനെ കവർ ചെയ്ത് കളിയടാ നിങ്ങൾ അവനെ അടിക്കാൻ പോകാൻ വേണ്ടിട്ട് കളിക്കാണ്ട് ഇവിടെ എടുത്ത് ഇറങ്ങി ഞാൻ ഒരു കാര്യം പറയണ കേക്ക് ഈ ട്രക്കിന്റെ പിന്നാലെ ആൾക്കാരെ വിട് എന്നിട്ട് വണ്ടി അതാ അവന്മാർ ഇങ്ങോട്ട് വരും അവന്മാരെ ട്രക്കിനെ പിറ്റിയാൻ വരും മനസ്സിലായി അവന്മാരെ ഇട് അത് മതി അതാണ് പറഞ്ഞത് എന്നിട്ട് എന്റെ വണ്ടി ആ നീ റിപ്പയറിന്റെ സൈഡിലോട്ട് ഓടിച്ചോ ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മള് ഈ പോലീസുകാരെ അടിച്ചു തീർത്താലേ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുള്ളൂ ആ പറ്റുള്ളൂ അപ്പൊ ഇല്ല ഇപ്പൊ ഇവന്മാര് വരും ഇങ്ങോട്ട് വരും വെയിറ്റ് ജസ്റ്റ് ഒന്ന് ആ വണ്ടി എന്തിനാണ് ഫൈറ്റ് ചെയ്യുന്നത് അടാ ഇങ്ങോട്ട് വാടാ ആ രണ്ട് വണ്ടി ഇങ്ങോട്ട് വാ ഇവിടെ കൊല്ലുന്നടാ എനിക്ക് സപ്പോർട്ട് പെട്ടെന്ന് നീ പിന്നിലോ എന്ത് വീഡിയോടാ പുഴുത്ത വീഡിയോ കേട്ടിയോടാ വണ്ടി ഇടിച്ച് ഒരു സീനില്ല ബാക്കിൽ വണ്ടി പറയടാ പാലം ലെഫ്റ്റ് പാലം എടാ ഇഷ്ടോ നിന്റെ അടി വണ്ടി മറിഞ്ഞിടക്കല്ലേ ഇതോ ദീപനെ പിടിച്ച് നിങ്ങൾ മാർക്ക് നോക്കൂ ഇറങ്ങട്ടെ അത്രയും പേര് ഇറങ്ങിക്കില്ലേ ഒറ്റക്കുള്ള വണ്ടീനെ പിടി അവനെ പിടി അടി ഇറങ്ങിയ അല്ല നമ്മൾ ഇറങ്ങണ്ടായിരുന്നു ടാക്സി അവനെ കില്ലെടുക്കാൻ വേണ്ടിട്ട് പുറകെ ഓടും ചാവൂലേ ഒരു വർഷം എനിക്ക് റിഫ്രഷ് ഒന്നും ആവണില്ല മയില് ചാവയ്ക്കുമ്പോഴത്തേക്ക് ഇത് അടി നടക്കുന്നത് വൈര് ഞാൻ ഇറങ്ങി റീഫ്രഷ് ചെയ്ത് ഇപ്പോഴാണ് റീഫ്രഷ് ആയത് എന്റെ ആളിനെ വീരൊക്കെ ട്രക്ക് എവിടെ കണ്ട് നമ്മളോട്ടാ ഉണ്ട് കൂടെ ഉണ്ട് നമ്മൾ എത്ര പേര് ഡൗൺ ആയി 1 2 3 4 5 10 വരെ ഉള്ള നമ്മള് അയ്യോ സോറി ഞാൻ റേഡിയോ 80 എടാ തോക്ക് വരുന്നുണ്ടാ കയ്യില് അമ്മ ഇവിടെ കുത്തി കുത്തിയിട്ടുണ്ട് എടാ ഇവിടെ കണ്ടില്ലേ നീ എനിക്ക് വെടി പോകുന്നില്ല എടാ നീ വണ്ടി കണ്ടില്ലേ വേറെ ചെയ്യുന്നത് ഇപ്പം കണ്ട് ഒരാളൊക്കെ 10-200 അടി അടിക്കണം
ചത്തവൻ പൊങ്ങിയൊന്ന് ഹായ് കാണിച്ചിപ്പോ എന്റെ അടുത്ത്. അപ്പോഴാണ് നീ ഇതൊക്കെ പറയുന്നത്. അല്ല വൈര് എന്തിനൊക്കെ നടക്കുന്ന എവിടാ എവിടെ അളിയാ പണ്ണ ഇവിടെ നിന്ന് ഇറങ്ങി പണ്ണ ഇങ്ങോട്ടോ അങ്ങോട്ടോ ഇവിടെ ഇറങ്ങി പണ്ണ ഓ മൈ ഗോഡ് ഫുള്ള് പീടി ആണോ? ഈസി ആണോ? എവിടെ കുത്തിക്കട്ടെ എവിടെ കുത്തിട്ട് അയ്യോ ഇവിടെ കുത്തത്തില്ലടാ മേടിക്കാതെ മേടിക്കാതെ കുത്തിക്കോണ അയ്യോ പിടി ഞാൻ അടിക്കട്ടെ അവര് വേണ്ടെന്നുണ്ട്. അവരെ അടിക്കുന്നില്ല. അവനെ ഞാൻ എടുത്ത്. അയ്യോ ഞാൻ ചത്തട്ടാ. ഇവിടെ ഇവിടെ പിടി. അന്ന് എന്നോട് പുഷിയാവും. എവിടെ എവിടെ യൂട്ടൂൾസിന്റെ അവിടെ നിന്ന് ഒരു പീടി വണ്ടി വരുന്നുണ്ട്. യൂട്ടൂൾസിന്റെ അവിടെ നിന്ന് ഒരു പീടി വണ്ടി നിങ്ങൾ ബേക്കിലോട്ട് എന്റെ അടുത്ത് ട്രക്കിന്റെ അടുത്ത് ഒരു വണ്ടി പിന്നെ പൊങ്ങി വന്ന് കളിക്കുന്നതാണോ നീ? എനിക്ക് ഇന്ന് അണ്ണ വണ്ടി എടുക്ക എന്തിനാ അടിയൊക്കെ നടക്കുന്ന അയ്യോ വണ്ടി പോലെ വണ്ടി കള്ളച്ചോരെ എടാ ഞാനല്ലടാ എന്നെ ഇവന്മാരിവിടെ കുത്തിയ എവിടെ ഇവന്മാര് കുത്തിയ എവിടെ നമ്മുടെ വണ്ടി റെയിൽവേയിൽ പീടി റെയിൽവേയിൽ ഇവിടെ കുത്തിയ ഫ്രണ്ടില് ഞാൻ വണ്ടി എടുക്കാം നിനക്ക് വണ്ടി കയറി ഇപ്പുറത്ത് എവിടെ അമ്മാരെവിടെ പാലത്തിൽ ഷോപ്പിന്റെ ഇടയിൽ റിപ്പയർ ചെയ്ത് ഒരാള് ഇറങ്ങിയടാ ഒരൊറ്റ പേര് ഓക്സി നമ്മളെ വണ്ടി എടുത്തിട്ട് വേടാ നമ്മുടെ വണ്ടി ആരോ അസുവനാന്നോ ടയറ് പോടാ ഒന്ന് റിപ്പയർ വരാ ടയർ പോയെങ്കിലും അതിന്റെ ഒരു ഇതില്ലല്ലേ. ടയർ എടാ 200 ഒരാൾ സ്കേറ്റ് ബോർഡിൽ പോട്ടെ നമുക്ക് അടിക്കാം അണ്ണാ ഇവിടെ പീടി അപ്പുറത്താണോ അവിടെ ഒരു 4 പേര് നിർത്തിയാടാ റൈറ്റ് സൈഡ് ഒന്ന് നിർത്തിക്കേ. ഒരു വണ്ടി പയ്യായിരുന്നു. നമ്മളതിന്റെ പുറകെ രണ്ടുപേരുണ്ട്. കളിക്കുന്ന മലയില്ല, നമ്മളെ സ്ഥിരം കളിക്കുന്ന മല. വണ്ടി കടന്നു വന്നേ എനിക്ക് കത്തി വെച്ച് കുത്താൻ തരുമോ അവനെ പ്ലീസ്? എഴുതി വെച്ചിട്ട് ചാവണ്ടേ? ചാവണ്ട കുഴപ്പമില്ല. ഇത്രയും പേര് ആദ്യമേ കുത്തിക്കൂടിയിരുന്നു. ആരെങ്കിലൊക്കെ ഇറങ്ങി അടിക്കുന്നവനാ. ഒരു ടീം ഇറങ്ങി എന്റെ വണ്ടിയിൽ നമ്മളിറങ്ങും, നമ്മൾ അവസാനം ഇറങ്ങണം. അവനെ ഇട്ട് കളിക്കുന്നുണ്ടാ പാവം. ഒരാളുള്ള വണ്ടി ഇറങ്ങണ്ട, നമ്മുടെ വണ്ടിയിൽ 4 പേര്. ആ ഇറങ്ങിയെങ്കിൽ 2 പേരല്ലേ ഉള്ളൂ. ഇറങ്ങിയടി പറഞ്ഞില്ല. ഇല്ല അണ്ണാ നോക്കിയാൽ നിൽക്കില്ലേ? അയാൾ ചത്തോ? ഇല്ലില്ല അവൻ ആര്യത്ത് മതിയായ
അയാൾ എന്തോ അതിന്റെ അകത്ത് കാണിച്ചോണ്ട് ആൾക്ക് അവിടെ നിന്നോണേ അവിടെ നിന്നോണേ. ഞാൻ ടയർ അടിച്ച ഞാൻ വാറിന് വരണം നോക്ക്. എന്തൊക്കെ കാണണം ന്യായം പോണോ വെക്കടാ എന്റെ കൂടി. അണ്ണെന്തിരി സ്കേറ്റും കൂടെ ചെയ്തിട്ട് കഴിഞ്ഞ കഴിഞ്ഞോ അല്ല നമ്മ ട്രക്ക് പോയി ആളവിടെ പോയി അവിടെ നമ്മളെ വണ്ടി ആരോ എടുത്തോണ്ട് പോയി. അവിടെ തൊട്ട് ഇവിടം വരെ സ്റ്റേറ്റിംഗ് കൊടുക്കണം. നാലുപേരുണ്ടാ സോറി എടാ വണ്ടി ഒന്നും കൊണ്ടു ഇവരെ പിക്കടാ. പ്ലെയിൻ ക്രാഷിന്റെ ഫ്രണ്ടില് ഫ്യൂല് തീർന്നു. ട്രക്കിന്റെ അണ്ണ ചത്തവർക്കും വരാൻ പറ്റുമോ? രണ്ട് മിനിറ്റ് കൂടെ കൊണ്ടുകൊടുക്കേണ്ട സമയം അരമണിക്കൂർ. ഇത് പെട്രോൾ ക്യാൻ ആരെങ്കിലും ഉണ്ടോ കൂടാ? എത്തുമ്പോഴത്തേക്ക് ആരെ കൊടുത്തു വിടുവോ? അടിച്ചോ ഇപ്പൊ നമ്മളൊരു വിറ്റിമേല് വണ്ടി വെച്ചിട്ടുണ്ടോ? ലൈക്ക് അടിക്കാൻ ഭയങ്കര ഈസി മെക്കാനിസം ഉണ്ട്. ആരും ചാവത്തില്ല. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അതല്ല, രണ്ട് വണ്ടി ഇറങ്ങിയത് ഒരുത്തരം അടിയോടെ അടിയട്ടാ. അതൊന്നും പോരാതെ ഇറ്റാച്ചി പിറകെ ഇറങ്ങി ഞാൻ വണ്ടി പുല്ല് വിലയില്ലായിരുന്നു. ചന്ദ്രനത്ത് ആ കില്ലെനിക്ക് കിട്ടിയായിരുന്നു കേട്ടോ. ചന്ദ്രന്റെ ഭരണം കാണുന്ന ചത്തവ എണീറ്റ് വന്നു. അല്ലാതെ ഡി എച്ച് ചോദിച്ചു അവര് റെസ്പോണ്ട് അല്ലല്ല എന്റെ ഞാൻ അഞ്ച് ഹെഡ് കൊടുത്തു. ചാളി ആവുന്നില്ല. വിതിൻ ബ്രോ താങ്ക് യു ഫോർ ദ 7.29 നേടി. ചിരിച്ച് മരിച്ചു കൺസേമെന്റ് അരക്കണ്ണ കില്ല് വേണമായിരുന്നെങ്കിൽ പറഞ്ഞ പോരായിരുന്നു. ഞാൻ തരില്ലായിരുന്നു. പരീക്ഷയാണ്. 2 ഹെഡില് നിൽക്കുമ്പോ നീ എത്ര വരെ ഡൗൺ ആക്കും? അതായിരുന്നു എന്റെ ആരും. അതായിരുന്നു എത്ര ഡൗൺ ആക്കി. അകത്ത് ഇവിടെ ആരോ വരുമെന്നൊക്കെയാണ് പറഞ്ഞത്. ആരെ കാണാനില്ല, എല്ലാരും പോയാ. എന്തോ കിട്ടുന്ന നമ്പരാ? ആരെ നമ്പർ? വിളിച്ചിട്ട് പറ, നമ്മൾ ലൊക്കേഷൻ എത്തിച്ചെന്ന് പറയാടാ. എത്തി പറഞ്ഞു. എടാ നമ്മളെ മറ്റേ ഇവിടെടാ 30-37. നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട്. ആരെ കാണാനില്ല. കേക്കാം നമ്മളിവിടെ കൊണ്ടെത്തിച്ചിട്ടുണ്ടേ ട്രക്ക്. ഹലോ ട്രക്ക് എത്തിച്ചു. ട്രക്ക് ഹലോ ഓക്കെ. അപ്പൊ ട്രക്ക് ഇവിടെ ഇട്ടിട്ട് മാറിയാൽ മതിയല്ലോ, നമ്മളിവിടെ നിൽക്കണ്ടല്ലോ. ഇവിടെ അല്ലെന്ന് പറയുന്ന സ്ഥലം സ്ഥലം ഇവിടെ അല്ലെന്ന് എയർഫീൽഡിലാണ് കൊടുക്കേണ്ട പുണ്ടച്ചി. ഇത് സാൻഡി എയർഫീൽഡല്ലേ, മറ്റേ എയർഫീൽഡില്ലേ അവിടെ ട്രെവറിനല്ലേ എയർഫീൽഡ് ഇല്ലേ മറ്റേ ഇത്? മറ്റേ അപ്പുറത്ത്, അതായത് പ്രൊക്കോപ്പയുടെ അവിടെ നീ ഉദ്ദേശിച്ചത്? അവിടെയാണ്. ഞാൻ അവിടെ നോക്കിട്ട് വരാം. അവിടെ എല്ലാം അതല്ല, ഞാൻ ഇവിടെയാണ് ഇടാൻ പറഞ്ഞത്. ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചു. ഇവിടെയാണ് സാൻഡിയുടെ എയർഫീൽഡ് തന്നെയാണ്. ഒന്നുകൂടി ചോദിച്ചു, സാൻഡിയിൽ തന്നെയല്ലേ 230 എന്നൊക്കെ പറഞ്ഞു. 20-30 പറയുന്നത് കുറെ പേര്. അതാണ്
അവിടെയാണോ? ഒന്ന് ചോര് 2037 ആണോ അതോ നമ്മുടെ 2037 ആണോ എന്ന് ചോദിക്കും. ഞാൻ അവിടെ പോകുന്നുണ്ട്, ഞാൻ നോക്കാം. 2037 പക്ഷേ കറക്റ്റ് എയർഫീൽഡ് അല്ല, അത് വേറെ. എയർഫീൽഡിൽ അപ്പുറം സൈഡല്ല. ഹലോ 2080ലാണോ വെഹിക്കിൾ? 2037 ഓ 2030 അല്ലേ? ഓക്കെ അന്ന് അവിടെ ഇവിടെയുണ്ട് ഇവര്. അണ്ണ പീടി വണ്ടി ഇവിടെ. എവിടെ അത് പീടി വണ്ടിയില്ലേ പോയത്? അല്ല ഇടി വന്നാ വീണ്ടും അടിക്കും. അതുവരെ നമ്മള് ഇറക്കിട്ടില്ലേ അതാ വെടികൊണ്ട് സംസാരിക്കല്ലേ അണ്ണാ, ഗെയിമിന്റെ അകത്ത് സംസാരിക്കല്ലേ? കഴിഞ്ഞിട്ട് വരുന്ന നോക്ക്, അതിന് തട്ടുന്ന നോക്ക്. കഴിഞ്ഞിട്ട് പോണായിരിക്കൂടാ. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ കാർണേജ് ഹൈനെ നിലത്തിറക്കിയിരിക്കുന്നു. അത്രേ ഉള്ളൂ. അവനെ മറ്റേ നമ്മ കൊണ്ടു കൊടുക്കൂല, അതിന്റെ ഇടയിൽ ഇരിക്കണ്. 50 vs 30 ആണ് കേട്ടോ കളിച്ചത്. ചത്ത വീട് വീണ്ടും എണീറ്റ് നടിക്കൊന്നുകൂടി. People cannot continue. ഇത് പീഡിയല്ലേ? ഇത് നോക്കി പറഞ്ഞ വെടി. അവര് നിപ്പുണ്ട്, ആൾക്കാരുണ്ട്. പീഡി ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഇപ്പോഴും. പീഡിയല്ല, ഇത് മറ്റേ ഇലക്ട്രോണിക്സിന്റെ ആൾക്കാരാണ് നിൽക്കുന്നത്. എടാ ഞാൻ ഈ ഗെയിമിന്റെ സംസാരിക്കാം. ഹലോ വേറൊന്നും സീനുണ്ടോ? നമ്മുടെ പ്രശ്നം താരം കൊണ്ട് ഇവിടെ എന്തൊരു കേട്ടോ. സുനി നോക്കി പറഞ്ഞ വണ്ടി റൈറ്റ് സൈഡിൽ കൂടി വേണമെങ്കിൽ കയറ്റിക്കോ. മറ്റേ ഇപ്പൊ ലെഫ്റ്റ് കൊണ്ടുവരാം. സിലിണ്ടർ ഉണ്ട്, പൊട്ടിത്തെറിക്കും. സിലിണ്ടർ ഉണ്ട്, നോക്കി പറഞ്ഞ കുറച്ച് അങ്ങോട്ട് പോയിട്ട് വളർന്നു. 3 സിലിണ്ടർ ഉണ്ട്. കാർ വരുന്ന വഴി വരല്ലേ? സാധനമൊക്കെ എത്തിച്ചിട്ടുണ്ട്. ഹാപ്പി അല്ലേ? അത്രേ ഉള്ളു. ഹലോ, ഓക്കെ കഴിഞ്ഞില്ലേ പരിപാടി? കഴിഞ്ഞില്ലേ? നമ്മൾക്ക് ഇവരെ ഇത്രയല്ലേ പരിപാടി ഉള്ളൂ. പോലീസ് അങ്ങനെ ചോദിക്കാൻ വന്ന എന്ത് ചെയ്യും നമ്മള്? ഓക്കെ